നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ കൈക്കും വയ്യ, കണ്ണിനും വയ്യ. പക്ഷെ അളിയന്റെ പെങ്ങളുണ്ടല്ലോ ഇന്ദ്രജ, ഈ നേരം വരെ എന്റെ അടുത്ത് വന്നിരുന്ന് സുഖമുണ്ടോ, വേദനയ്ക്ക് എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചില്ല. പക്ഷേ എന്റെ അളിയൻ മുത്താളിയ മുത്ത്. എന്റെ അളിയൻ വേദനയ്ക്ക് കുറവുണ്ടോ എന്ന് ചോദിച്ചല്ലോ. വേദനയ്ക്കുള്ള ഔഷധവും എനിക്ക് തന്നു. ആളിയൻ പല കാര്യങ്ങളിലും ശരിയാണ്. പക്ഷെ ആളിയൻ ശരിയാണെന്ന് എനിക്ക് വീട്ടിൽ ചെന്നും പറയാൻ പറ്റൂല. എന്താ കാരണം? ഞാൻ അങ്ങനെ പറഞ്ഞ ആ നിമിഷം ആളിയന്റെ വീട്ടിൽ നിന്നും ആളിയന്റെ പെങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഞാൻ പുറത്ത്, ഞാൻ കട്ട്. അയ്യോ, എനിക്ക് അവിടെ പ്രത്യേകിച്ച് വരെയൊന്നുമില്ലല്ലോ അളിയ. ഞാൻ പോയ ആർക്കും അവിടെ ഒരു നഷ്ടമില്ല. അളിയനെ അങ്ങനൊന്നും പറയല്ലേ. അളിയനെ അങ്ങനൊന്നും പോവാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, കുടുംബത്തിൽ പറഞ്ഞവന്മാർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് അളിയ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കുടിക്കുമോന്ന് ചോദിക്കുമ്പോ ഞാൻ കൂടെ വരുന്നതും ഞാൻ കുടിച്ച് മറിയുന്നതും. അതെ, സത്യത്തിൽ ഇങ്ങനെ കുറച്ചു സമയം ഇരിക്കുമ്പോഴാ ഞാൻ ജീവിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവുന്നത്. അളിയ, ഞാൻ ഈ കുപ്പി എടുത്തോട്ടെ. അളിയ ഇപ്പൊ തന്നെ ഓവറാ, ഇനി വേണ്ട. എന്റെ അളിയ, ഒരു പെഗ് കുടിച്ചാലും ഒരു കുപ്പി കുടിച്ചാലും മണം ഒന്നാണ്. ഇന്ദ്രജ ഇന്നെന്നെ പോക്കി വന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ ഞാൻ അതൊക്കെ അങ്ങ് മറന്നു കളയുന്നു. തൽക്കാലം കിട്ടിയ സന്തോഷം, ഹാപ്പിനെസ് അങ്ങോട്ട് ആഘോഷിക്കുന്നു. ഓക്കെ, അങ്ങനെയല്ലേ അളിയ? അപ്പോ ഞാനിതങ്ങ് എടുക്കുന്നു. അറിയാം, മതി അറിയാം. അതൊരു പൂച്ച ഇവിടെ കിടന്ന് കരയുന്നു. എന്താ അളിയ, നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നു അറിയോ? അവിടെ എല്ലാരും സംസാരിക്കുന്നത് അളിയനെയും നന്ദിനിയും കുറിച്ചാ. അവളുണ്ടല്ലോ, ആ മിത്ര, അവള് വേറെ തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചതാ. അവളുടെ പ്രതികാരത്തിന് അവൾ എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷേ അളിയന്റെ കൂടെ ജനിച്ചവർക്ക് എന്താ പ്രശ്നം? അവൾ എന്തിനാണ് അളിയ അളിയനെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? അളിയ, അളിയന്റെ ഭാര്യ ഉണ്ടല്ലോ നന്ദിനി, അളിയ അവള് നല്ലവളാ. എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാൻ അറിയുന്ന നല്ല ചിമിട്ടി പെണ്ണ്. അവൾ അവിടെ എത്ര നല്ലവണ്ണം പെരുമാറിയാലും ഇവളൊന്നും പിടിക്കത്തില്ല അളിയ. എല്ലാവരുടെയും പ്രശ്നം കാശ. വലിയ കുടുംബത്തിൽ പിറക്കുന്നതാ. അത് പോട്ടെ അളിയ,
അളിയന്റെ ഈ കൈക്ക് അപകടം പറ്റിയത് ശരിക്കും എന്താ സംഭവം? അതൊന്നും ചോദിക്കണ അളിയ. ആ അളിയൻ പറ അളിയ. ആ ഞാൻ പറയാം, പക്ഷെ അത് അളിയ ആരോടും പറയരുത്. പോക്കന്നെ. അതെ, നന്ദിനിക്ക് വച്ചൊരു കെണിയാണ്. സത്യത്തിൽ എന്റെ കൈക്ക് പകരം ഇത് നന്ദിനിയുടെ കൈക്കാ പറ്റേണ്ടത്. അയ്യോ, എന്റെ കഷ്ടകാലത്തിന് ഞാൻ അതിൽ ചെന്ന് കേറിക്കൊടുത്തു. കൈയും പോയി, എന്റെ കണ്ണും പോയി. അപ്പോ അളിയന്റെ കണ്ണിനെന്താ പറ്റിയത്? ഈ കല്ല് വന്ന് വീണെന്നൊക്കെ അളിയൻ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പറ, ചേച്ചി എന്തെങ്കിലും എടുത്ത് അടിച്ചതാണോ? ആരെന്തിനു ചെയ്യാ? ആ അതും കൊണ്ട് നിൽക്കുന്നവനാണോ ഞാൻ? അത് എന്റെ അളിയ, ഇത് കല്ലുകൊണ്ട് തന്നെയാ. അതും തെറ്റാടിന്ന് കല്ലുകൊണ്ടത്. തെറ്റാടിയെന്നോ? അത് നന്ദിനിയുടെ വലത് കൈക്ക് ടൈം ചെയ്യാനാ പറഞ്ഞത്. പക്ഷേ ആ താടക ഇന്ദ്രജയ്ക്ക് തെറ്റി. കിട്ടിയതോ എന്റെ ഈ കണ്ണിന്. എന്റെ കണ്ണ് കംപ്ലീറ്റ് ഡാമേജ്. അങ്ങനെയാണല്ലേ എന്റെ കണ്ണ് എനിക്ക് നഷ്ടപ്പെട്ട. പക്ഷേ അവളുണ്ടല്ലോ, ആ താടക ഇന്ദ്രജ, അവള് വെറുതെ ഇരുന്നില്ലേ. അവസാനം നന്ദിനിയുടെ കൈ അവള് പൊള്ളിച്ചില്ലേ. അതാണ് പെണ്ണിന്റെ പക, പെണ്ണിന്റെ പ്രതികാരം. നന്ദിനി പോലും അറിയാതെ അടുക്കളയിൽ കയറി അടുപ്പില് പാത്രം എടുത്ത് വെച്ച് കത്തിച്ച് നന്ദിനിയുടെ കൈ പൊള്ളിച്ചില്ലേ. അതാണ് അളിയ താടക ഇന്ദ്രജ. അളിയ, ഞാൻ കാല് പിടിക്കാം. ഇതൊന്നും വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കല്ലേ. ഏയ്, ഇതൊന്നും ചെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കില്ല. അളിയനെ, ഒരു കാര്യം ചെയ്യ്, ചെന്ന് കാറ് കയറിയിരിക്കും. നമുക്ക് ഒരു ഡ്രൈവ് പോവാം. ഈ സിറ്റിയൊക്കെ ഒന്ന് കണ്ട് അളിയന് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യാം. ആളിയം വിളിച്ച ഞാൻ ഈ മണ്ണ് തുളച്ച് 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 പാതാളത്തിൽ ഞാൻ വരും. വിളി, ഈ പാതാളത്തിലേക്ക് വിളി, വിളി അളിയ. അറേ, പാതാളത്തിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച പോവാം. ഇപ്പൊ വണ്ടി കയറ, ചെല്ല് ചെല്ല്, കേറ്. പാതാളത്തിൽ പോവാൻ റോഡുണ്ടോ അളിയ? അങ്ങോട്ട് കേറ. എന്റെ അളിയന് വേണ്ടി ഞാൻ വേണേ റോഡ് വെട്ടും. ഓളോ ആക്കുമെന്ന്